മെഡിക്കൽ കോളേജിൽ ഞാൻ മൂത്രമൊഴിക്കാനായി കംഫർട്ട് സ്റ്റേഷനിലേക്കെത്തി. അവിടെ ഞാൻ അതിന് കൊടുക്കേണ്ട 2 രൂപ നാണയം അവിടെ ഏൽപ്പിച്ചിട്ട് നേരെ ബാത്റൂമിൽ. അതിവിശാലമായ ബാത്റൂം, വളരെ വൃത്തിയും വെടിപ്പോടും കൂടി സൂക്ഷിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിച്ച ശേഷം തിരികെ വന്നപ്പോൾ അതാ കാണുന്നു, കംഫർട്ട് സ്റ്റേഷൻ ലോക്ക് ചെയ്ത് അത് നടത്തുന്ന ആൾ അവിടെ നിന്നും പോയിരിക്കുന്നു. ഉള്ളിൽ അകപ്പെട്ട ഞാൻ ഒരു ജയിലിൽ കഴിയുന്ന പോലെ കുറച്ചു നേരം വായി നോക്കി നിന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പരതുമ്പോൾ ഒരു ഐഡിയ കിട്ടി. അതാ ഒരു ബുക്ക്. അതിൽ അവർ എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ചിട്ടുണ്ടാകും. ഞാൻ പതിയെ ആ ബുക്ക് തുറന്ന് അതിൽ നിന്നും കുറേ ഫോൺ നമ്പറുകൾ ശേഖരിച്ചു. അതിൽ നിന്ന് മാറി മാറി കുറേ എണ്ണം വിളിച്ചു നോക്കുമ്പോൾ അവരാരും ഈ സ്ഥലത്തില്ലാത്തവരായിരുന്നു. പിന്നെ ഒരു നമ്പറിൽ വിളിച്ചപ്പോൾ അവർ ഇവിടെയില്ല, എന്നാലും ഇത് നടത്തുന്ന ആൾക്കാരെ അറിയാമെന്ന് പറഞ്ഞു. അവരാണ് പറഞ്ഞത്, ഇത് നടത്തുന്നയാൾ സൂപ്രണ്ട് ഓഫീസിൽ കാശ് നൽകാനായി പോയതായിരിക്കാം, ഉടനെ എത്താം. ഞാൻ അവിടെ പിന്നെയും പരതി നടന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു പാട്ടും പാടി നിൽക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് കുറച്ചാൾക്കാർ ഈ കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗിക്കാമെന്ന മോഹത്തോടുകൂടി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. അങ്ങനെ കുറച്ചു നേരം അതിനകത്ത് നിന്നപ്പോൾ ഓടിക്കിതച്ച് കംഫർട്ട് സ്റ്റേഷൻ നടത്തുന്നയാൾ എത്തി എന്നെ തുറന്നുവിട്ടു. അവരെ ഒരുപാട് തെറി പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചെങ്കിലും അവരുടെ ദയനീയ ഭാവവും ചെയ്ത തെറ്റിൻ്റെ കുറ്റബോധവും പേറി അവർ അത്യധികം വിഷണ്ണയായിരുന്നു. അതിനാൽ ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ കിട്ടിയത്. ഏത് കംഫർട്ട് സ്റ്റേഷനിൽ ചെന്നാലും അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ അത് ഉപയോഗിക്കാനായി ഉള്ളിൽ പ്രവേശിക്കാൻ പാടുള്ളൂ.